വസീഫ്, നേരത്തെ അഡ്വക്കേറ്റ് സതീഷ് പറഞ്ഞതിന് മറുപടി കൂടി പറയണം. ഒരു വന്യമൃഗങ്ങളെ കൂട്ടിലിട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് വരുന്നു. അകത്തിരിക്കുന്ന ആൾക്കും വന്യതയാണ്, പുറത്ത് ഈ നവകേരള സദസ്സിനെ സംരക്ഷിക്കുന്ന ഡിവൈഎഫ്ഐക്കും വന്യതയാണ് എന്നാണ് സുരേഷ് പറഞ്ഞത്. മറുപടി. അരുണേ, എനിക്കിപ്പോൾ ഒരു സംശയം, സുരേഷ് ഇപ്പോൾ BJP വിട്ടോ എന്നാ. കാരണം BJPയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ആരുണ്ട്? നരേന്ദ്രമോദിയുണ്ട്, അമിത്ഷായുണ്ട്. അവരൊക്കെ എന്താണ് ഈ രാജ്യത്ത് ചെയ്തു കൂട്ടുന്നത് എന്ന് ജനം വിലയിരുത്തിയിട്ടില്ലേ? ഇവിടെ ഒരു കർഷക സമരം ഉണ്ടായിരുന്നല്ലോ സുരേഷ് ജി, അധികം പുറകോട്ടൊന്നും പോകണ്ട. ആ കർഷക സമരത്തെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ നരേന്ദ്രമോദി നേരിട്ടത്? നിങ്ങളുടെ ദേശീയ നേതൃത്വമായിട്ടുള്ള നിങ്ങളുടെ ആഭ്യന്തര സഹമന്ത്രിയുടെ മകൻ വാഹനമിടിച്ച് കയറ്റിയത് മറന്നുപോയോ നിങ്ങൾ? അതുകൊണ്ട് നിങ്ങളുടെ ഈ ജനാധിപത്യവാദമൊന്നും ഈ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. നിങ്ങൾ ഈ സംഭൂജ്യരായിട്ട് ഇരിക്കാൻ വിധിക്കപ്പെട്ടവരായി കേരളത്തിൽ. കാരണം നിങ്ങളുടെ ഒരു തട്ടിപ്പും ഉഡായിപ്പും കേരളത്തിൽ നടക്കില്ല. നിങ്ങൾ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പിൻഗാമികളാണ്, ഗുജറാത്തിന്റെ ഉപജ്ഞാതാക്കളാണ്. നിങ്ങൾ ഈ രാജ്യത്ത് മണിപ്പൂർ ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, ഈ രാജ്യത്ത് മുസാഫർ നഗർ ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ ഈ കേരളത്തിനകത്തും ഇതുപോലെ ഒരു വാഹനത്തിൽ മന്ത്രിമാർ ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റു പല യാത്രകളെ പോലെ ഇവിടെയും വലിയ കലാപം ഉണ്ടാകണമെന്നാണ്. അത് നടക്കില്ല സുരേഷ്, അത് നടക്കില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത് കോടതി. അതുകൊണ്ട് ഗുജറാത്തിനെ ചൂണ്ടിക്കാണിച്ച് പ്രധാനമന്ത്രിക്ക് വന്യതയുണ്ടെന്ന് പറയുക സാധ്യമല്ല നിയമപരമായി. അല്ല, അതിലൊരു വ്യത്യാസമുണ്ട്. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയും ഗുജറാത്തിന്റെ നിയമ സംവിധാനങ്ങളുടെ തലപ്പത്തും ഇരുന്ന ആളാണ് ഈ നരേന്ദ്രമോദി. പിണറായി വിജയനെ അങ്ങനെ ആയിരുന്നില്ല, ബോധപൂർവം മറ്റൊരു കക്ഷി പ്രതി ചേർത്തതാ. ഇപ്പൊ സഞ്ജീവ് ഭട്ട് ജയിലില്ല ഇപ്പോഴും. എന്താ കാരണം നമുക്കറിയുന്നതാ. ഈ രാജ്യത്ത് പ്രതികരിക്കുന്നവരെ എല്ലാം ഇവർ നേരിടുന്നത് എങ്ങനെയാന്ന്. ഇന്ന് രാജ്യത്തെ പാർലമെന്റിനകത്ത് പ്രതികരിച്ചവരെ സസ്പെൻഡ് ചെയ്യാ ഇവര്. എന്താ കാരണം? ആ പാർലമെന്റിനകത്തേക്ക് ബോംബുമായി കയറി വന്നു. അത്രക്കും ഈ രാജ്യം തകർന്ന് തരിപ്പണായിട്ടിരിക്കുക. ആ സമയത്താ വന്നിട്ട് വലിയ വായിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയെ കൊണ്ടും അമിത്ഷായെ കൊണ്ടും ഈ രാജ്യം പൊറുതിമുട്ടിയിരിക്കുക. ആ സമയത്താ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കേരളത്തിൽ അഭൂതപൂർവമായ ജനമുന്നേറ്റ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ നാട്ടിൽ കണ്ടതാ, അതുപോലെ കോഴിക്കോട് കണ്ടു, മലപ്പുറത്ത് കണ്ടു, കോട്ടയത്ത് കണ്ടു. ഞാൻ കണ്ട സ്ഥലങ്ങളെ ഞാൻ പറയുന്നത്. അരുണ് കണ്ടല്ലോ, ആയിരങ്ങൾ അണിനിരക്കുക ഈ പരിപാടിയിൽ ആയിരങ്ങൾ കുടുംബസമേതം പങ്കെടുക്കുക. അവര് മുൻകൂട്ടി തീരുമാനിക്കുക. ഇനിയുമുണ്ട് സുരേഷ്. ഞങ്ങൾ മറ്റു മുഖ്യമന്ത്രി കാണാത്ത ഈ ആക്രമണങ്ങളുടെ രണ്ടാം പാതിയും ഞങ്ങൾ കണ്ടു. തലയടിച്ചു പൊട്ടിക്കുന്നത് കണ്ടു. പട്ടികോലുമായിട്ട് ഈ ബനിയനിട്ടിരിക്കുന്ന നവകേരള സദസ്സിന്റെ ബനിയനിട്ടിരിക്കുന്ന വോളണ്ടിയർമാർ ഇവരെ ആക്രമിക്കുന്ന കാഴ്ച കണ്ടു. കരിയൂലൊഴിക്കുന്ന കാഴ്ച കണ്ടു. പലയിടങ്ങളിലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ എവിടെയുണ്ടോ അവിടെ സംഘം ചേർന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ വരുന്നു. അതാണ് നേരത്തെ സുരേഷ് സൂചിപ്പിച്ചത്. ഞങ്ങള് അരുണെ ഒരു ആഹ്വാനം ചെയ്ത് ഒരു കലാപത്തിനോ ഒരു അക്രമത്തിനോ പ്രത്യാക്രമത്തിനോ ഞങ്ങൾ ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല. അതിന് വന്നിട്ടുമില്ല. അരുണിനും അത്യാവശ്യം ഡിവൈഎഫ്ഐയെ കുറിച്ചൊക്കെ അറിയാലോ. ഞങ്ങൾ അങ്ങനെ ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞ ജീവൻ രക്ഷാ ദൗത്യം മാതൃകാപരമാണ് എന്ന് പറഞ്ഞത് ആഹ്വാനമല്ലേ? അങ്ങനെ മുഖ്യമന്ത്രി പറയാതിരുന്നെങ്കിൽ പ്രശ്നമുണ്ടാകുമോ? അരുണെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ അരുണെ. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് എന്തർത്ഥത്തിലാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ അരുണെ. ഈ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഏത് സംഘടനയെ സംബന്ധിച്ചിടത്തോളവും അതൊരു അഭിമാനമായി കാണുന്ന പ്രവർത്തന. ആ പ്രവർത്തനത്തിന് പോലും ആളെ കിട്ടാഞ്ഞിട്ട് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയവർക്ക് എവിടെയാ സമരത്തിനാള്? എവിടെയാ ഇവർക്ക് ആളെ കിട്ടുക? എന്നിട്ട് അവര് ഞങ്ങളെ വെല്ലുവിളിക്കുക, ഞങ്ങൾ അടിച്ചാൽ തിരിച്ചടിക്കുക. അവർക്കറിയാം ഞങ്ങൾ ഈ ഒരു തെരുവ് യുദ്ധത്തിന് തയ്യാറല്ല. ഈ കേരളത്തിന്റെ ക്രമസമാധാനം സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാ ഞങ്ങള്. അത് കരുതി കളിച്ച് ഇവർ മുറത്ത് കയറി കൊത്തുക. ഇവർ ഷൂ എടുത്തെറിയുന്നു, അക്രമത്തിന് വരുന്നു. ഇന്ന് വന്നത് പട്ടിക എടുത്ത വടിയായിട്ടാ. അവിടെ വളണ്ടിയർമാരാണ്, അല്ലാതെ അത് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഡിവൈഎഫ്ഐയുടെ സംഘടനാ തീരുമാനത്തിന്റെ ഭാഗമായി വന്ന് അടിക്കുകയോ പ്രതിരോധിക്കുകയോ ഒന്നും ചെയ്യല്ല. നേരത്തെ ഒരു സംഘാടക സമിതി ഉണ്ടാക്കുന്നുണ്ട്, അതിൽ വോളണ്ടിയർമാരുണ്ട്. ആ സംഘാടക സമിതിയിൽ ഇവർക്കും പങ്കെടുക്കാമായിരുന്നു. ഇവർ ബഹിഷ്കരിച്ചത് കൊണ്ടാണ് ഇവരും പങ്കെടുത്ത് സംഘാടക സമിതി യോഗം. അവർക്കിതിനകത്ത് പോലീസുകാർ ചെയ്ത് ജോലി ചെയ്യാൻ എന്താണ് വോളണ്ടിയർമാർക്കൂടെ അധികാരം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സുരേഷിന്റെ മറുപടി കൂടി കേൾക്കാം.